അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് ഗുജറാത്ത് സർക്കാർ പുറത്തുവിട്ടു. 275 പേർ മരിച്ചുവെന്നാണ് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 256 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു. അച്യുതൻ, പറയൂ. അഹമ്മദാബാദ് വിമാനം അപകടം നടന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഈ അപകടത്തിൽ മരിച്ചവരുടെ കണക്കുകൾ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ ഈ മരണം സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് 275 പേരാണ് ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചത്. അതിൽ 241 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നവരാണ്. ബാക്കി 34 പേർ അവിടെ പ്രദേശവാസികളാണ്. അതായത് ഈ ഹോസ്റ്റലിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ്. ബാക്കിയുള്ള 34 പേർ എന്നതാണ് ഗുജറാത്ത് ആരോഗ്യ വകുപ്പാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിമാന അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 242 പേരായിരുന്നു. അതിൽ ഒരാൾ മാത്രമായിരുന്നു അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എന്നാൽ ഈ അപകടം, ഈ വിമാനം പതിച്ചത് ഈ വിമാനത്താവളത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിലേക്കാണ്. അതാണ് സ്വാഭാവികമായും അവിടുത്തെ പ്രദേശവാസികളെ കൂടി ഈ അപകടം ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയത്. അതിൽ 34 പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നതും ഗുജറാത്ത് സർക്കാർ അറിയിക്കുന്നുണ്ട്. 256 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നതും ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഈ അപകടത്തിൽ മൊത്തം 275 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് ഗുജറാത്ത് സർക്കാർ അറിയിക്കുന്നത്. SKN. താങ്ക് യു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.